ആ പാപ്പി റോഡ് എന്ന് പറയുന്ന റോഡിന്റെ രണ്ട് സൈഡിൽ സെന്റ് ജെയിംസിലേക്ക് വരുന്ന വാഹനങ്ങൾ മുഴുവൻ പാർക്ക് ചെയ്യണം. പല പ്രാവശ്യം സെന്റ് ജെയിംസ് റോഡ് നമ്മൾ ആവശ്യപ്പെട്ടു. അത് അവിടെ ഫ്രീ ആയിട്ട് അവിടെ പാർക്കിംഗ് ഗ്രൗണ്ട് സെന്റ് ജെയിംസ് നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നില്ല. റോഡിൽ കൊണ്ട് പാർക്ക് ചെയ്ത് പോകണം. ഈ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റ് ഉണ്ടായി, എന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സെന്റ് ജെയിംസ് ആശുപത്രി ഡയറക്ടറോടും അവിടുത്തെ മാനേജ്മെന്റിനോടും ഞാൻ ആവശ്യപ്പെട്ടതാണ് അവിടെ ഒരു വാച്ച്മാനെ നിർത്തി ഈ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് ആളുന്നതിനുള്ള സംവിധാനം ഒരുക്കണം. ഇതുവരെ സെന്റ് ജെയിംസ് ആശുപത്രി അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് അവിടെയുണ്ട്, വലിയ അപകടം നടക്കാൻ സാധ്യതയുണ്ട്. നഗരസഭ അവർക്ക് ഔദ്യോഗികമായി സെന്റ് ജെയിംസിന് കത്ത് കൊടുക്കണം. എല്ലാ സംവിധാനം ഒരുക്കുന്നത് സെന്റ് ജെയിംസ് ആശുപത്രിയാണ്. എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ പാർക്കിംഗ് പ്രശ്നം വലിയ കീറാമുട്ടിയായിട്ട് നിൽക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ ഈ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഈ റോഡ് ബ്ലോക്ക് ആവുന്ന രീതിയിൽ പാർക്കിംഗ് ചെയ്ത് അത് യാത്രാ ദുരിതത്തിന് നിദാനമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. പല സ്ഥലങ്ങളും സ്ഥിരമായിട്ടുള്ള പ്രദേശങ്ങളാണ് നമ്മൾ സ്ഥിരം പറയാറുള്ളത്. റെയിൽവേ സ്റ്റേഷൻ റോഡ്, KSRTC റോഡ്, ഇതൊക്കെ സ്ഥിരമായിട്ട് പറയുന്നുണ്ട്. ഇല്ല, ഇടപെടേണ്ട ആൾക്കാർ ഇടപെട്ട് കഴിഞ്ഞാൽ അതൊക്കെ അവസാനിപ്പിക്കും. പക്ഷേ ഇപ്പോൾ പുതിയൊരു സംഭവം കൗൺസിലർ കൂടിയായിട്ടുള്ള വിൽസൺ പാനാട്ടുപറമ്പിൽ കൗൺസിലിൽ ഉന്നയിച്ചിരിക്കുകയാണ്. അത് എവിടെയാണത്? നമ്മുടെ സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൻ്റെ സൈഡിലൂടെ പോകുന്ന റോഡിൽ എത്തിച്ചേർന്നിട്ട് പാപ്പി റോഡ് എന്ന് പറഞ്ഞ റോഡിലേക്ക് എത്തിച്ചേരും. പാപ്പി റോഡ് നമ്മുടെ ആദരണീയനായിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോളറായിട്ടുള്ള ചാലക്കുടിക്കാരൻ പാപ്പിച്ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് പാപ്പി റോഡ്. ആ പാപ്പി റോഡ് ഈ സെന്റ് ജെയിംസിൻ്റെ ബാക്ക് വശം അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്ന വാഹനങ്ങൾ മുഴുവൻ അതിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഈ വിഷയം വിൽസൺ പാനാട്ടുപറമ്പിൽ കഴിഞ്ഞ കൗൺസിലിൽ വളരെ കൃത്യമായും വ്യക്തമായും അദ്ദേഹം ഈ വിഷയം ഉന്നയിച്ചു. ഇതിൽ കൃത്യമായിട്ട് ഹോസ്പിറ്റലിന് നോട്ടീസ് കൊടുക്കണം, ഈ വിഷയത്തിൽ ഇടപെടണം. എത്ര പ്രാവശ്യം ഹോസ്പിറ്റൽ അതിനോട് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും ഹോസ്പിറ്റലിലേക്ക് വരുന്ന വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യുന്നു. അവിടെ സെക്യൂരിറ്റിനൊക്കെ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ വാഹനങ്ങൾ അവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് പോവുക. അവിടെ ഈ പാർക്കിംഗ് ചെയ്തതിൻ്റെ ഇങ്ങനെ അനധികൃതമായിട്ട് ആ റോഡിൽ പാർക്ക് ചെയ്തുകൊണ്ട് അപകടങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് കൗൺസിലർ വിൽസൺ പാനാട്ടുപറമ്പിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ സംവിധാനം തീർച്ചയായിട്ടും ചാലക്കുടിക്ക് അനിവാര്യമായ കാര്യമാണ്. പക്ഷേ അത് നിയമപരമായിട്ടുള്ള സാധ്യതകളോട് തന്നെ പോകണം. യാത്രക്കാർക്ക് അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഈ പാർക്കിംഗ് സംവിധാനം അവിടെ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ റോഡിൽ അനധികൃതമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നവർ കാറും ബൈക്കും ഒക്കെ പാർക്ക് ചെയ്ത് വരുന്ന ബുദ്ധിമുട്ടുകൾ അത് പരിഹരിക്കേണ്ടത് ഹോസ്പിറ്റൽ അധികൃതരുടെ കടമയാണ്. ആ കടമ അവർ ചെയ്യുന്നില്ല എന്നാണ് വാർഡ് കൗൺസിലർ വിൽസൺ പാനാട്ടുപറമ്പിൽ കൗൺസിലിൽ ഉന്നയിച്ചിട്ടുള്ളത്. നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ പറയുന്നു. ഇന്ന് നമ്മുടെ തന്നെയായിട്ടുള്ളൊരു ഫോളോവർ ഈ വിഷയം വീഡിയോ എടുത്ത് കാണിച്ചു തന്നിരിക്കുന്നത്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതല്ല, ഇതിനപ്പുറമുള്ള പാർക്കിംഗ് അവിടെ നടക്കാറുണ്ട്. യാത്രക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട് പാപ്പി റോഡിൽ. അപ്പോൾ പാപ്പി റോഡിലുള്ള ഈ പാർക്കിംഗ് ബുദ്ധിമുട്ട് അത് ഒഴിവാക്കാനായിട്ട് ഹോസ്പിറ്റൽ അധികൃതർ ഇടപെടണം എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്.